10:30 കഴിഞ്ഞിരിക്കുകയാണ്. വോട്ട് വാർത്തയുടെ ഞങ്ങള് ക്ഷീണിച്ച് അവസാനം തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെത്തി. പക്ഷെ ഇവിടെ നമുക്ക് ആരെയാണ് കാണാൻ സാധിക്കുന്നത്? തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ അഞ്ജലി നായർ തന്നെയാണ്. നമുക്ക് ആ വിശേഷത്തിലേക്ക് തന്നെ വരാം. ഈ പേര് കൊണ്ട് തന്നെ ആദ്യമേ പേരാണ് വിവാദം. ആളിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ പേര് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പരാതി കൊടുക്കുന്നു, വീണ്ടും അത് കോടതി പരിഗണിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും വരുന്നു. എന്താ ഇപ്പോഴത്തെ ഈ രാത്രിയിലും പിടിച്ചു നിർത്തി വിവാദത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നെ വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് എന്നെ അറിയുന്നത് അഞ്ജലി നായർ എന്നുള്ള പേരിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ അഞ്ജലി നായർ എന്നുള്ളൊരു പരിചയപ്പെടുത്തലുകളും അതിനനുസരിച്ചിട്ടുള്ള പ്രചരണങ്ങളും നോട്ടീസുകളും കാര്യങ്ങളൊക്കെ പോയി. പിന്നീട് നമ്മൾ പത്രിക സമർപ്പിച്ച സമയത്താണ് നമ്മുടെ പഴയ സ്കൂൾ റെക്കോർഡ്സൊക്കെ ഫയലാക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻസ് വരികയും അതിൽ അഞ്ജലി പി വി എന്ന് കണ്ടപ്പം നമ്മളതിന് പ്രത്യേകമായിട്ടൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്ത് അഞ്ജലി പി വി എന്നാണെങ്കിലും വർഷങ്ങളായിട്ട് അഞ്ജലി നായർ എന്നറിയപ്പെടുന്നതിനാൽ അങ്ങനെ ബാലറ്റിലേക്ക് ആക്കി തരണം എന്ന് പറഞ്ഞത്. അത് തന്നെ ആദ്യം ഒരു വിവാദമായി. കാരണം അഞ്ജലി നായർ എന്നുള്ള പേര് നായർ എന്ന് ഉപയോഗിച്ച് വോട്ട് ബേസ് കൂട്ടാനാണ് എന്നുള്ള രീതിയിൽ വരെ അതിനെ കൊണ്ടുപോയി ആളുകൾ. എന്തുകൊണ്ടാണ് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ 10 വർഷത്തോളമായിട്ട് അങ്ങനെയാണ് എന്നെ അറിയപ്പെടുന്നതെന്ന് മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ പേര് ഗിരിധരൻ നായർ എന്നാണ്. അപ്പോൾ തമിഴ് സിനിമാ ലോകങ്ങളിൽ ഭാഗ്യാഞ്ജലി എന്നറിയപ്പെട്ടിരുന്ന ഞാൻ മലയാള സിനിമകളിലേക്ക് വന്നപ്പം ആ ഭാഗ്യാഞ്ജലി എന്നുള്ള പേരിൽ അറിയപ്പെടരുത് എന്നുള്ളതും അഞ്ജലി എന്ന പേര് ഒരു ടെയിലില്ലാതെ വെക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പം അച്ഛൻ്റെ പേരിൻ്റെ കൂടെയുള്ള പേര് വെച്ചിട്ടാണ് അങ്ങനെ പേരുണ്ടായത്. അത് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം ഞാൻ വോട്ട് ബേസ് കൂട്ടാൻ വേണ്ടിയിട്ട് അഞ്ജലി നായറിൽ പിടിച്ചു നിൽക്കുന്നു മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക് എന്നാണ് ഞാൻ പറയാൻ ജനങ്ങൾക്കല്ല എതിർക്കുന്നവരാണല്ലോ ഈ പേര് വെച്ച്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് സോ കോൾഡ് ആരാണോ അവരെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇത് കൊണ്ടെത്തിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ പോലുള്ള മാധ്യമങ്ങൾ അഞ്ജലി പി വി, അഞ്ജലി നായർ എന്നുള്ള രീതിയിൽ പല പല ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുത്തോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി രണ്ടും ഒരാൾ തന്നെയാണെന്നുള്ളത്. അപ്പോൾ അഞ്ജലി എന്നുള്ള പേരും ചക്ക എന്നുള്ള ചിഹ്നവും അതിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ബാലറ്റിൽ ഒരു വനിത മാത്രം ഉള്ളത് കൊണ്ട് തീരെ അത് ബാധിക്കില്ല എന്നുള്ളതാണ്. മറ്റഞ്ജലിമാരില്ലാത്തത് കൊണ്ടും മറ്റു വനിതകളെ ആരും, ഞാൻ മാത്രമേ ഉള്ളൂ വനിതയായിട്ട്. പക്ഷെ വീണ്ടും ബാലറ്റിലെ പേരെങ്ങനെയാണ്, എത്രാമത്തെ പേരാണ്? ബാലറ്റില് അഞ്ജലി 5ാമത് എന്നുള്ളൊരു ക്യാപ്ഷനിലാണ് ഞങ്ങൾ ഇപ്പൊ പരസ്യം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. 5ാമതാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ടും നീതി നമ്മുടെ ഭാഗത്തായതുകൊണ്ടും നമ്മൾ കൊടുത്ത പേപ്പറുകളിൽ ആ പേപ്പർ എങ്ങനെ കൃത്യമായിട്ട് ആ ഫയലിൽ നിന്ന് മിസ്സായി എന്നുള്ള അറിയാത്തത് കൊണ്ടുമാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോടതിയിൽ പോയതും. കോടതിയിൽ നിന്ന് വളരെ അനുകൂലമായൊരു റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓഫീസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ അഡ്വക്കേറ്റ് ഇഷ്ടം പോലെ എവിഡൻസ് കൊടുത്തെങ്കിലും വൈകുന്നേരം നമ്മൾ അറിഞ്ഞത് അൺഫോർച്ചുനേറ്റ്ലി അവർ ആ പേര് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് അത് മുന്നോട്ട് കേസായിട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. ബട്ട് ഇപ്പൊ 2 ദിവസം അഞ്ജലി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. വാലില്ലെങ്കിൽ തന്നെ ആളിനെ എല്ലാവർക്കും അറിയാം. ഈ നമ്മൾ പ്രവർത്തിച്ചു വന്ന മേഖല ഒരു ചലച്ചിത്ര മേഖലയാണ്. അപ്പോൾ പൊതുവെ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിലാണ് ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നത്. വളരെ വേറിട്ടൊരു മേഖലയാണ് ഈ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം, പ്രചരണം, കൊടും ചൂടിലുള്ള യാത്രകൾ, ജനങ്ങളുമായിട്ടുള്ള സംവാദം, അവരെ നേരിട്ട് കാണുന്നു, അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു. എത്രയോ മുഖങ്ങൾ മനസ്സിൽ മായാതെ ഉണ്ടാവും യാത്രക്കിടയിൽ, അല്ലേ? ഈ ഒരു അനുഭവം, ഈ ഒരു കാലം, ഒരു 2 ആഴ്ച കാലം എങ്ങനെ കാണുന്നു? ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതലേ ഞാൻ എന്താ പറയുക താമസിച്ച പല പല വാടക വീടുകളിലാണ്. കാരണം ഇവിടുത്തെ തൃപ്പൂണിത്തുറയിലെ എൻ്റെ തറവാട്ടിൽ സർപ്പക്കാവും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വിട്ടുമാറിയിട്ടായിരുന്നു ഫാമിലിയായിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പല പല വീടുകളിൽ പോയിരുന്ന എനിക്ക് 4 ഭാഗത്തുള്ളൊരു 30-40 വീടെങ്കിലും എൻ്റെ സ്വന്തം വീട് പോലെയാണ്. അവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അത് ഈ പ്രായം വരെ, ഇപ്പോൾ ഈ 2 ആഴ്ച എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ വരെ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തും കോർഡിനേറ്റ് ചെയ്തും ആ ലീഡർഷിപ്പ് റോളുകൾ ഞാൻ വളരെ ഭംഗിയാക്കുന്ന ഒരാളാണ്. അത് എല്ലാവർക്കും അറിയാം. ഞാൻ വളരെ സാധാരണക്കാരായിട്ട് നടക്കുന്ന ഒരാളാണ്. എന്നെ എല്ലായിടത്തും കാണാൻ പറ്റും. പച്ചക്കറി കടയിലായാലും ബില്ലടയ്ക്കുന്ന സ്ഥലത്തായാലും എവിടെയാണെങ്കിലും ഞാൻ ഉണ്ടാവും. മക്കളായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ തനിയെ ആണെങ്കിലും 2 വീലർ ഓടിച്ച് സ്ഥിരമായിട്ട് ഞാൻ റോഡുകളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അത്തരത്തിലുള്ളൊരു എനിക്ക് തൃപ്പൂണിത്തുറയിൽ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രചരണം നടത്താൻ ഒട്ടും തന്നെ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നല്ല മഴ കൊണ്ടും വെയിൽ കൊണ്ടും നടന്നും നല്ല പരിചയമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ തൃപ്പൂണിത്തുറേൻ്റെ നാടായതുകൊണ്ടും പഠിച്ചത് ഇവിടെ ആയതുകൊണ്ടും
തറവാട് ഇവിടെ ആയതുകൊണ്ടും പൂർണ്ണത്രേശ്വരൻ്റെ അമ്പലത്തിലെ ഗോപുരമൊക്കെ അച്ഛൻ വരച്ചുണ്ടാക്കിയതൊക്കെ ആയതുകൊണ്ടും നിയോഗം എനിക്ക് വന്ന് ചേർന്നെന്നുള്ളതാണ് സത്യം. പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ധാരാളം ആളുകൾ ഈ ഉണ്ട് എന്നുള്ളതാണ്. സ്വന്തം സ്ഥലത്ത് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു അനുഗ്രഹമല്ലേ? നേരത്തെ പറഞ്ഞല്ലോ ബാലറ്റിലെ ഏക വനിതയാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ച് സംസാരിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കറിയാം കൊച്ചി പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയ്ക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു വനിതാ കാൻഡിഡേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വനിത MLA ആയിട്ട് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട് ജനത്തിന് എന്നുള്ളതാണ്. ഇവിടെയുള്ള മുഖ്യധാര പ്രവർത്തകരിൽ പലരും എന്നെ കൊണ്ട് ക്യാമ്പയിൻ നടക്കുമ്പോൾ പറയാറുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് വനിതാ MLA നമുക്ക് ഉണ്ടായിട്ടില്ല, 60-ൽ പരം വർഷങ്ങളായിട്ട് വനിതാ MLA ഉണ്ടായിട്ടില്ല. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയിട്ട് വനിതാ MLA ഉണ്ടാവാൻ വേണ്ടിയിട്ട് അഞ്ജലിനെ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വനിതാ MLA ആണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരിക്കലും വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാരോടൊപ്പവും ഞാനുണ്ട്. ഒരു ത്രാസ് പോലെ രണ്ട് കൂട്ടരെയും ബാലൻസ് ചെയ്ത് പോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം എല്ലാ സെക്ടേഴ്സിലും പ്രശ്നങ്ങളുണ്ടെന്ന് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ് പര്യടനത്തിൽ. ഞാൻ വികസനത്തിനെ പറ്റി പറയാൻ നിൽക്കുമ്പോഴൊക്കെ മക്കളെ വികസനമല്ല വേണ്ടത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ല, റോഡില്ല, നമുക്കൊരു വയ്യായ്മ വന്നാൽ എത്രയോ ദൂരം നടന്നു പോകണം, ആ റോഡ് മുഴുവൻ നടത്തിച്ചു. നാളെ ഞാനാണ് MLA ആവുക എന്നുള്ളത് അവർ വിശ്വസിച്ചാണ് അവരതിനെ കൊണ്ട് പറയിപ്പിച്ചതും ചെയ്യിച്ചത്. ഓരി വെള്ളത്തിൻ്റെ പ്രശ്നം, എലി കടിക്കുന്ന ഒരു കുടുംബത്തിനെ ഞാൻ പരിചയപ്പെട്ടു. മൊത്തം ആ ഒരു ഫുൾ ഫാമിലിയിൽ അവരെ എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നു, കാരണം ആരെങ്കിലും ഒരു കൈത്താങ്ങാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അതേപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഒരുപാട് പേര് എൻ്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും ഇടത്തും വലത്തും തീരുമാനമാക്കിയ ഒരു സാഹചര്യത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഞങ്ങൾ തന്നെ ജയിക്കും എന്നുള്ളതാണ്. അല്ല, അത് വെറുതെ പറയുന്നതല്ലല്ലോ. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് ഇപ്പോൾ NDA ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വെറുതെ മത്സരിക്കുകയല്ല, വെറുതെ വോട്ട് കാണിക്കാൻ വേണ്ടി മത്സരിക്കുകയല്ല, ഒരു പശ്ചാത്തലമുണ്ട്. ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ജനങ്ങൾ ഒരു അംഗീകരിച്ച ഒരു അംഗീകാരത്തിൻ്റെ പിൻബലമുണ്ട് അല്ലേ? അങ്ങനെയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രം ഈ കുട്ടിക്ക് എന്തിന് രാഷ്ട്രീയത്തിലേക്ക് കയറാൻ ആരാണ് ഈ കുട്ടിയെ അനുവദിച്ചത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ഒരുപാട് കേട്ട ഒരാളാണ്. ശരി, എന്നാൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവൃത്തി പരിചയവും പ്രാഗൽഭ്യവും ഘോരഘോരം പ്രസംഗിക്കുന്ന ഈ രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ഈ ജനങ്ങളെ തൃപ്തിപ്പെടുത്താതിരുന്നത്? ഒരു 10 പേരെ മാത്രം, അവർക്ക് ആവശ്യമുള്ള 10 പേരെ എടുത്ത് ചൂസ് ചെയ്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും 10,000-ഓളം ആളുകളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഇരുട്ടിലാണ് നിൽക്കുന്നത്. ആരും വെളിച്ചം എന്താണെന്നോ ശരി എന്താണെന്നോ നന്മ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാനായിട്ടും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനായിട്ടും അവർക്ക് പറ്റുന്നില്ല. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ NDAക്ക് റെപ്രസെൻ്റ് ചെയ്ത് വന്ന് എനിക്ക് ആ മാറാത്തത് മാറും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു പേടിയും മടിയും കൂടാതെ എന്നിലേക്ക് ജനങ്ങൾക്ക് വന്നു ചേരാം, അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാം. അതിനുവേണ്ടി ഞാൻ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് എൻ്റെ പാർട്ടിയെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെ വികസന പദ്ധതികളും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ അതിലൊന്ന് കിഴക്കമ്പലത്തുള്ള ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞാൻ അവർക്ക് ഓഫർ ചെയ്തൊരു കാര്യമാണ്. കാരണം നമുക്കത് ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അത് വീട്ടമ്മമാർക്കും എല്ലാവർക്കും വളരെ ഒരു മനസ്സിന് തന്നെ ഒരു ആശ്വാസം കിട്ടുന്നൊരു കാര്യമാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ പകുതി വിലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉൾപ്പെടെ, അത് ഒരു ഉദാഹരണം മാത്രമാണ്, അതുൾപ്പെടെ എല്ലാ സെക്ടേഴ്സിലും ഒരു കയ്യൊപ്പ് വരുത്തി രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല മനസ്സുള്ള ആർക്കും ഇവിടെ നയിക്കാൻ പറ്റും കേരളം എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അങ്ങ് ദൂരെ നിൽക്കുന്ന ആകാശത്ത് നിൽക്കുന്ന ഒരു താരമല്ല, ഭൂമിയിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു താരമാണ്. തീർച്ചയായിട്ടും. ജനങ്ങളെ അത്രത്തോളം പഠിച്ചിട്ടാണ് ചേച്ചി ഇറങ്ങിയത്. തീർച്ചയായിട്ടും പഠിച്ചതായി. ഇപ്പൊ 2 ദിവസമേ ഉള്ളൂ. ഇത്രയും ദിവസം, ഈ 2 ആഴ്ച കൊണ്ട് ജനങ്ങൾ പഠിപ്പിച്ചതും ഞാൻ അറിഞ്ഞതും വലിയ കാര്യങ്ങളാണ്. അതായത് ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പോരാടുക തന്നെ ചെയ്യും. ടൂറിസത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ തീരുമാനിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സെക്ടർ അല്ല, എല്ലാ സെക്ടേഴ്സിലും. നമുക്ക് പോയ സ്ഥലങ്ങളിലൊക്കെ ടൂറിസത്തിന് എത്രയോ സാധ്യതകളുള്ള സ്ഥലങ്ങളിലൂടെ പോയി, എത്രയോ ഹെൽത്ത് സെക്ടേഴ്സിൽ പ്രശ്നങ്ങളുള്ളതായിട്ട് അറിഞ്ഞു, എഡ്യൂക്കേഷൻ സെക്ടർ, എല്ലാ തരത്തിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു ജയിച്ചാൽ. 10:45 നമ്മൾ സംസാരിച്ച് തീരുമ്പോ ഇപ്പോൾ ഭയങ്കര ടയേർഡാണ്. എങ്ങനെയുണ്ട് ഈ യാത്രകളൊക്കെ? എങ്ങനെയാണ് എടുക്കുന്നത് ജീവിതത്തിൽ? ഞാൻ സത്യം പറഞ്ഞാൽ വളരെയധികം ടയേർഡായിരുന്നു. പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ ജനങ്ങളെ മനസ്സിൽ വന്നപ്പം എനിക്ക് വീണ്ടും ഇല്ലാത്തൊരു ഊർജ്ജമാണ് സംസാരിക്കാനുണ്ടായത്. കാരണം ഞാനൊരു 3 വട്ടം ഞാൻ ഇവരെ ഒഴിവാക്കിയാലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഒട്ടും തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് മുഴുവൻ മരട് റോഡ് ഷോ നടത്തിയപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോയതെങ്കിലും ഏറ്റവും കൂടുതൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ജനങ്ങളിലേക്ക് ഓടിയെത്തുകയും അവരോടൊപ്പം സംസാരിക്കാൻ സമയമെടുത്ത് എടുത്തൊരു ദിവസമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴും അങ്ങനെയാണെങ്കിലും ഇന്ന് കുറച്ച് അധികം എഫേർട്ട് ഞാൻ മരടിൽ സ്പെൻഡ് ചെയ്യുകയുണ്ടായി.
അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെയധികം തളർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നിങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കിയാലോ എന്ന സമയത്താണ്. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് കൂടുതലും എനർജി ഞങ്ങൾ ഉണ്ടാവും. പാലക്കാട് നിന്ന് ഓടി വരികയാണ്. വിവിധ മണ്ഡലങ്ങൾ കടന്ന് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വന്ന് ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ്, ഇന്ന് ഒഴിവാക്കിക്കൂടെ, രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, സംസാരിച്ചാൽ തന്നെ മാക്സിമം 3 മിനിറ്റ്, അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അഞ്ജലി നായർ സംസാരിച്ച് വരുമ്പോൾ അഞ്ജലി നായർക്ക് ഇനിയും പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇതിവിടെ പൂർത്തിയാക്കുകയാണ്. ജനങ്ങൾക്കൊപ്പം ഉണ്ട്, ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രമല്ല, ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് എന്ന് വ്യക്തമാക്കി. അത് അഞ്ജലി ആയിക്കോട്ടെ, അഞ്ജലി നായർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ബാലറ്റ് പേപ്പറിൽ അഞ്ജലി എന്നുള്ള പേര് ഉണ്ടാവും. ഏക വനിതയാണ്. വളരെയധികം പ്രതീക്ഷയോടെ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ കാണുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയായി, ഒരു MLA ആയി വരട്ടെ എന്ന് വോട്ട് വാർത്തയ്ക്ക് വേണ്ടി ഞങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.